ഇത് അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. കരമടി എന്ന് പറയുന്ന മീൻപിടുത്ത രീതിയാണ്. രണ്ട് വള്ളങ്ങളിൽ പോയി ഉൾക്കടലിലെത്താതെ വല വീശിയിട്ട് അത് ആ വള്ളങ്ങളിൽ തന്നെ വലയുടെ തുഞ്ചം കൊണ്ടുവന്നിട്ട് കരയിൽ നിൽക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗം, ഉക്കോ സമുദായത്തിൽപ്പെട്ട യുവാക്കളും പ്രായമുള്ളവരും കുട്ടികളും എല്ലാം ചേർന്ന ഒരു അധ്വാന രീതിയാണ്. അവർ വലിച്ചു കയറ്റുകയാണ്. വല വലിച്ചു കയറ്റുമ്പോൾ വളരെ ഫ്രഷായിട്ടുള്ള മീന് ലഭിക്കും. ഉൾക്കടലിൽ പോയി മീൻ പിടിച്ച് ബോട്ടുകളിൽ കൊണ്ടുവരുന്നത് ദിവസങ്ങൾ താണ്ടിയാണ്, ഐസ് ഇട്ടിട്ടൊക്കെയാണ് അത് കൊണ്ടുവരുന്നതെങ്കിൽ ഇത് ഫ്രഷായിട്ടുള്ള മീനാണ് കിട്ടുന്നത്. ഇത് പൂന്തുറ എന്ന സ്ഥലത്തു നിന്നാണ്. കടൽ തിരിച്ചു വലിക്കുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകുന്നതും കാണാം. തിരിച്ച് തിരമാലകൾ കരയിലേക്ക് ഉന്തി വരുമ്പോൾ അതിൻ്റെ ബലത്തിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചയനുസരിച്ച് നല്ല ഒരു ക്യാച്ച് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം വല വലിക്കാൻ പെടുന്ന പാട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്ത് ഈ മീൻ വാങ്ങാനായി മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ഈ മത്സ്യം വൻകിട വിൽപ്പന കേന്ദ്രങ്ങളിലേക്കല്ല പോകുന്നത് നമുക്കറിയാം. പ്രാദേശികമായി വലിയതുറ, പൂന്തുറ തുടങ്ങിയ ഭാഗങ്ങളിൽ ചെറിയ കച്ചവടക്കാർ വഴിയോരത്തിരുന്ന് കച്ചവടം നടത്തുന്ന അവർ ഇവിടെ നിന്നാണ് ഈ മീൻ വാങ്ങുന്നത്. ഫിഷിംഗ് ബോട്ടുകളിൽ പോയി വരുന്ന വിഴിഞ്ഞത്തെ ഫിഷിംഗ് ബോട്ടുകൾ അടുക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്നത് വൻ തോതിലാണ് മീൻ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളം ഏറ്റവും വലിയ തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം 14 ജില്ലകളിൽ 11 ജില്ലയും തീരദേശമാണ്. ആ തീരദേശത്തെ ജീവിതം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ അഭേദ്യമായ ഭാഗമാണ്. ആ ജീവിതം വളരെ വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ജീവിത രീതികളും എല്ലാം കൊണ്ട് അങ്ങേറ്റം ശ്രദ്ധേയമാണ്. എന്ത് പ്രതിഫല ഈ വ്യാനവയലത്ത് തന്നെയല്ല 10 രൂപയ്ക്ക് വേണ്ടി ഞങ്ങളിവിടെ കുത്തിയിരുന്ന് മരിക്കുന്നു. ഒരു ഭവനം പോലെ ഇല്ല. ഇവിടെ വന്നിരുന്ന് ജീവിക്കാനുള്ള മാർഗം കൂടെ ഇല്ല. അങ്ങനെ ഇരുന്ന് മരിക്കണം. ഞങ്ങൾക്ക് ഏത് വോട്ട്? എല്ലാവരും വോട്ടിട്ട് ജയിച്ചിരുന്ന അവൻ്റെ ഭാര്യയെ അവൻ്റെ കുടുംബം പോകും. ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാം ബലമുണ്ട്. ഞങ്ങൾക്കൊരു ബലമില്ല. ഞങ്ങൾ എന്തിനു വോട്ടിടാൻ പോകാൻ? ഞങ്ങൾക്ക് ബലമില്ലാത്ത വോട്ടിട്ടെന്നത് ചെയ്യാൻ. അങ്ങനെ ഒന്നും പറയാനില്ല. പിന്നെ വരണവര് കാല് മാറിയിടുന്നു, പിന്നെ ഇരുന്നവര് ഈ വോട്ടിലിട്ടിട്ടു എന്ന് പറഞ്ഞിട്ട് ജയിക്കുമെന്ന് പറയാൻ പറ്റൂല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോ ഇവിടെ മുൻതൂക്കം കരമന സുധീറാണ്. നേരത്തെ ആന്റണി രാജു ജയിച്ച മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ട് LDF വന്നാലേ ഇപ്പം നടക്കുന്നതിന്റെ വികസനങ്ങൾ നടക്കത്തുള്ളൂ. LDF വരണം. ദിവസം ഇപ്പം ഏകദേശം 3/4% പൂർത്തിയായിരിക്കും. ഇവിടെ ഈ ഒരു ഫിഷ് ലാൻഡിംഗ് സെന്റർ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിവേദനം കൊടുത്ത സംഭവം അത് നടക്കുന്നില്ല. ഇപ്പോഴത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ സമയത്ത് അടിച്ച ജെറ്റുവിന്റെയും കാര്യങ്ങളും കൊണ്ടാണ് തീരം വെച്ചത്. മനസ്സിലായ? പോസിറ്റീവ് എന്ന് പറയാൻ പറ്റൂല. നമ്മളെ തീരാത്ര നശിച്ചത് ഹാർബർ എന്ന ലക്ഷ്യമാണ്. ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എല്ലാം നമ്മൾ ജോലി ചെയ്യാതെ തന്നെ തിന്നാൻ പറ്റത്തുള്ളൂ. എല്ലാ വിലക്കയറ്റം തന്നെയല്ല. വിലക്കയറ്റം ഇല്ലാതെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ഈ മണ്ണെണ്ണ ലഭ്യതയൊക്കെ മണ്ണെണ്ണ ഇപ്പൊ വില കൂടിക്കൊണ്ടുപോയില്ലേ? മണ്ണെണ്ണ ഇപ്പൊ പെട്രോളിന് വില കൂട്ടുമെന്ന് പറഞ്ഞു, മണ്ണെണ്ണയ്ക്ക് വില കൂട്ടുമെന്ന് പറയുന്നത്. അത് വാങ്ങിച്ച് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഓടാൻ പറ്റും. അതിപ്പോ അവർ വില കൂട്ടുമ്പോ വാങ്ങിക്കത്തില്ല, പണിക്ക് പോകാതാവും. ഇപ്പോൾ ഭരണം മാറുന്നത് കൊണ്ട് ഗുണം വരുമെന്നല്ലോ വിചാരിക്കുന്നുണ്ട്. മാറ്റം വന്നാൽ നല്ലത് തന്നെ ജനങ്ങൾക്ക്. മണ്ണെടുത്തിട്ട് അവര് കൊണ്ടുവന്ന് ഫസ്റ്റ് GA2 അടിച്ച് ചെയ്തതിന്റെ അവരെ ഷിപ്പിലെ ഹാങ്കർ കട്ട് ചെയ്ത് കടലിനകത്തിട്ട് ടെൻഡർ പിടിച്ചിട്ട് കടലിനകത്തിട്ട് ഇപ്പൊ ഇതേപോലെ കമ്പലേക്ക് വളയ്ക്കുമ്പോ അതിനകത്താണ് പിടിയുള്ളത്. ഇത് കേട്ട അന്നത്തെ ദിവസത്തിന്റെ എനർജി നഷ്ടപ്പെട്ടു. ഒരു ദിവസം നമ്മൾ രാവിലെ 8 മണിക്ക് കൊണ്ടുപോകാൻ പഠിക്കുകയാണെങ്കിൽ ആങ്കറിനകത്ത് ഇത് കുരുങ്ങിയ നമ്മൾ തിരിച്ചു പോകണത് വൈകുന്നേരമായിരിക്കും. അത് കുട്ടിയെടുത്ത് കീറി കുറച്ചെടുത്ത് അത് ഈ ട്യൂബിട്ടത് ശരിക്കും പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ്.
ജനത്തിന്റെ തീരുമാനം അതാണ്. നല്ല രീതിക്ക് ആൾക്കാരുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. CP ജോണിനെ കുറിച്ച് എനിക്കറിയില്ല. ആരായാലും കോൺഗ്രസ് മുമ്പോട്ട് വരുമെന്നുള്ളതാണ് നിലപാട്. അതന്നെ പറഞ്ഞു തന്നെ എല്ലാരും കോൺഗ്രസ്സുകാർ തന്നെയാണ്. തീർച്ചയായും അത് തന്നെ വേറെ ആരും ഇല്ല. ഇല്ല വന്നാലും ശരിയാവില്ല. കോൺഗ്രസ് ആണ്.